Radio Library. Radio Library with RJ Radish. മലയാള ബാലസാഹിത്യത്തിൽ എന്നെന്നും തിളങ്ങി നിൽക്കുന്നൊരു രചനയാണ് ഒരു കുടയും കുഞ്ഞുപെങ്ങൾ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഖത്തർസ് നമ്പർ 1 റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം 98.6-ൽ ഇത് റേഡിയോ ലൈബ്രറി. നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട ഒരു എഴുത്തുകാരൻ, അതല്ലെങ്കിൽ ഒരു ജനപ്രിയ എഴുത്തുകാരൻ എഴുതിയ ബാലസാഹിത്യ കൃതിയാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ആ കഥ ഇന്ന് നമ്മളെ പരിചയപ്പെടുത്താനായിട്ട് റേഡിയോ ലൈബ്രറിയിൽ നമ്മളുടെ കൂടെ എത്തിയിട്ടുള്ളത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള നമുക്കൊക്കെ അറിയാവുന്ന ഏഞ്ചൽ റോഷനാണ്. ഏഞ്ചൽ റോഷൻ, വെൽക്കം ടു റേഡിയോ മലയാളം 98.6 FM റേഡിയോ ലൈബ്രറി. താങ്ക് യു. സോഷ്യൽ മീഡിയയിലൂടെയാണ് എല്ലാവരും കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഒരു പുസ്തകം വായിക്കുന്ന ഒരാളാണ് പുസ്തകം പരിചയപ്പെടുത്താനായിട്ട് എത്തുന്നൊന്നും ഒരിക്കലും ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം ഈ തമാശ പറയുന്ന ആൾക്കാര് പുസ്തകങ്ങൾ വായിക്കില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഏഞ്ചൽ റോഷൻ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ആളാണ്. ഞാൻ പക്ഷേ ഈ ബുക്ക് വായിക്കുന്നത് വായന കുഞ്ഞുനാൾ മുതലേ ഉള്ളതാണ്. പക്ഷെ ഈ കടിച്ചാ പൊട്ടാത്ത സംഭവം എല്ലാ തരം പുസ്തകവും എനിക്ക് ദഹിക്കത്തില്ല. ഏത് വായിക്കാൻ അറിയാത്ത ആൾക്കാരും ഒന്ന് ബുക്ക് എടുത്ത് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള എഴുത്ത്. അപ്പൊ ഇതുപോലെയുള്ള ബുക്കുകൾ പണ്ട് മുതലേ ഞാൻ വായിക്കുമായിരുന്നു. ഒരു 4ാം ക്ലാസ് മുതൽ ഒരു ലൈബ്രറി ഒക്കെ എനിക്ക് കൈകാര്യം ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. ഹോസ്റ്റൽ ലൈഫായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇഷ്ടംപോലെ ബുക്കുകൾ ഇങ്ങനെ വരുന്നു. ആ ബുക്ക് തുറക്കുമ്പോൾ ആ മണം, ഈ മണമാണ് നമുക്ക് കുഞ്ഞുനാളിൽ തന്നെ നമുക്ക് ഈ മണം നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമുക്കത് കൂടുതൽ നമുക്ക് അറിയാനുള്ള ഒരു ത്വര ഉണ്ടാവും. പുതിയ പുസ്തകങ്ങൾ ആരുടെ പുസ്തകങ്ങളാണ് ഏറ്റവും കൂടുതൽ? എനിക്ക് ഏറ്റവും ഇഷ്ടം മുട്ടത്ത് വർക്കിയുടെ നമ്മുടെ ഇണപ്രാവുകൾ, പാടാത്ത പൈങ്കിളി. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളതാണ് നമ്മുടെ കോട്ടയം പുഷ്പനാഥ് ഡിറ്റക്റ്റീവ്, അറിയാലോ. പിന്നെ മാത്യു മറ്റം, പുള്ളിയുടെ ആലിരത്താലി തടവറ. പിന്നെ ജോയ്സി എന്നൊക്കെ പറയുമ്പം പണ്ട് എനിക്ക് ഇപ്പോഴും ഉള്ള ഒരു ഇതാണ്. ഇപ്പം പണ്ടൊക്കെ ഈ മനോരമ വായിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു, മനോരമ വീക്കിലി. അത് അന്നൊക്കെ ഞാൻ നമ്മളെ ഖത്തറിൽ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് എല്ലാ ആഴ്ചയും പോയിട്ട് വീക്കിലി വായിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പൊ അത് ഓൺലൈനായിട്ട് നമ്മുടെ ആപ്പായിട്ട് ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ജോയ്സിയുടെ വേനൽമഴ, സീമന്തം പോലുള്ള അതിന്റെയൊക്കെ അഡിക്റ്റ് ആയിരുന്നു ഞാൻ. പിന്നെ ബെന്യാമിൻ, ആടുജീവിതം വായിച്ചിട്ടുണ്ട്. ഇപ്പം കയ്യിലുള്ളത് മുല്ലപ്പൂ നിറമുള്ള പകലുകൾ. പിന്നെ പെരുമ്പടം ശ്രീധരൻ, മനക്കൽ പത്മനാഭൻ, ഇങ്ങനെയുള്ള ആൾക്കാരുടെ ബുക്കുകളാണ് ഞാൻ കൂടുതലായിട്ടും വായിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ മുട്ടത്ത് വർക്കിയുടെ പുസ്തകമാണ് പരിചയപ്പെടുത്താനായിട്ട്. അതെ, അത് ഞാൻ തെരഞ്ഞെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ ബുക്ക് എത്ര പ്രാവശ്യം ഞാൻ വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഇതിൽ ഓരോ കഥാപാത്രവും എന്താ പറയാ ബൈഹാർട്ടാണ്. അത് ഈ വായിക്കുന്ന ആൾക്കാർ, കുറച്ചെങ്കിലും വായിക്കുന്ന ആൾക്കാർ, എല്ലാ ആൾക്കാരും വായിച്ചിട്ടുള്ള ബുക്ക് തന്നെയാണ് ഒരു കുടയും കുഞ്ഞുപെങ്ങളും. അതെ, കുട്ടി മനസ്സ് ഇപ്പോഴും ഉണ്ട്. കുഞ്ഞു മനസ്സാണ്, ഇപ്പോഴും കുഞ്ഞു മനസ്സാണ്. തല നിറയെ ചളിയാണ്. അപ്പൊ എന്തായാലും പൊങ്കാല ഇടാൻ വരില്ലേ? ഇന്ന് നമ്മളുടെ ഏഞ്ചൽ റോഷൻ ഈ ഒരു പുസ്തകം പരിചയപ്പെടുത്താനായിട്ടാണ് എത്തിയിട്ടുള്ളത്, ഒരു കുടയും കുഞ്ഞുപെങ്ങളും. ജീവിതത്തിൽ എത്ര കഷ്ടപ്പാടുകൾ ഉണ്ടായാലും പരസ്പര സ്നേഹവും കരുതലും ഉണ്ടെങ്കിൽ ഏതു പ്രതിസന്ധിയെ നേരിടാമെന്ന് ഈ നോവൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ കൃതികൾ പൈങ്കിളി സാഹിത്യം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇത് കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒന്നായിരുന്നു. മുട്ടത്ത് വർക്കിയുടെ 26 നോവലുകൾ സിനിമയായിട്ടുണ്ട്. അതായത് സത്യൻ അഭിനയിച്ച കരകാണാക്കടൽ, പ്രേം നസീർ അഭിനയിച്ച ഇണപ്രാവുകൾ, വെളുത്ത കത്രീന, അഴകുള്ള സെലീന, ഇതെല്ലാം വൻ വിജയം തന്നെയായിരുന്നു. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ബുക്ക് തന്നെയായിരുന്നു ഒരു കുടയും കുഞ്ഞുപെങ്ങളും. ഇത് ഒരു സീരിയലായിട്ട് വന്നിട്ട് ജനപ്രിയ സീരിയൽ തന്നെയായിരുന്നു. ഈ നോവലിന്റെ പ്രമേയം എന്താണെന്ന് വെച്ചാൽ ലില്ലിക്ക് ഒരു കുട വാങ്ങിക്കൊടുക്കാൻ ബേബി നടത്തുന്ന ആത്മാർത്ഥമായ ആ കുടയ്ക്ക് ചുറ്റും വികസിക്കുന്ന അവരുടെ ബാല്യകാല സ്വപ്നങ്ങളുമാണ് ഈ നോവലിന്റെ ഇതിവൃത്തം. അതായത് 2 സഹോദരങ്ങളാണ്. മൂത്ത ആൾക്ക് 11 വയസ്സും ബേബി, ഇളയാള് ലില്ലി 8 വയസ്സ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എന്റെ മക്കളുടെ പ്രായമാണ്. അപ്പനും അമ്മയും കുഞ്ഞുനാളിലെ മരിച്ചുപോയി. അമ്മയുടെ ചേച്ചിയാണ്, അതായത് മാമിത്തള്ള എന്ന് പറയും, അവരാണ് ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ധനിക കുടുംബത്തിലെ കുട്ടിയുടെ കയ്യിലെ കൊട കണ്ടിട്ട് ലില്ലിക്ക് ആഗ്രഹം തോന്നുന്നു. കോരിച്ചൊരിയുന്ന മഴയത്ത് ആ കുട്ടിയുടെ കുടയ്ക്ക് കീഴിലേക്ക് കയറി നിൽക്കാൻ വേണ്ടിയിട്ട് ഓടിക്കയറുമ്പോൾ അവൾ തട്ടിത്തെറിപ്പിക്കുന്നു. ഇത് ബേബിക്ക്, ജ്യേഷ്ഠന് വല്ലാത്ത ആത്മനൊമ്പരം ഉണ്ടാക്കുകയും അത് തുടർന്ന് ഒരു കൂട ഈ കുഞ്ഞിപ്പെങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ പോകുന്നതുമാണ് ഇതിന്റെ ഒരു ഇതിവൃത്തം. ആകാശം നിറയെ കാർമേഘങ്ങൾ ഉണ്ടായിരുന്നു. ഒരു തണുത്ത ചെല്ലക്കാറ്റ് അലസമായി സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ഗ്രാമപാതയുടെ ഇരുവശങ്ങളിലുമുള്ള വൃക്ഷങ്ങൾ തലയാട്ടി. കള്ളക്കർക്കിടക മാസം. ലില്ലി, മഴ വരുന്നു, നീ ആ പെണ്ണിന്റെ കൂടെ പൊയ്ക്കോ. മുമ്പേ നടന്നു പോകുന്ന ഗ്രേസിയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ബേബി അറിയിച്ചു. ഇച്ചാച്ചനോ? അവൾ ചോദിച്ചു. ഞാൻ ഓടിക്കോളാം. അവൻ ഓട്ടമായി. അപ്പോഴേക്ക് 1, 2, 4 എന്നിങ്ങനെ പെരുകി മഴത്തുള്ളികൾ വീഴുകയായി. സ്ലേറ്റും പുസ്തകവും അടക്കി പിടിച്ചുകൊണ്ട് ലില്ലി ഓടി. അവളുടെ മുഖത്ത് മഴത്തുള്ളികൾ വീണു. എങ്കിലും പുസ്തകം നനയാതെ മാറോട് അടുക്കി പിടിച്ചു. സ്ലേറ്റിന്റെ പുറത്ത് വെള്ളം പുരണ്ടാൽ കുഴപ്പമില്ല. ഗ്രേസി, ഞാൻ കൂടെ, അവൾ സ്നേഹപൂർവ്വം യാചിച്ചു. അവൾ ഗ്രേസിയുടെ കുടക്കീഴെ കയറാൻ ഭാവിച്ചു. പക്ഷെ ആ ധനിക കുമാരി മാറിക്കളഞ്ഞു. അവളുടെ
ഉടുപ്പ് സിൽക്ക് കൊണ്ടുള്ളതും വെടിപ്പുള്ളതുമായിരുന്നു. ലില്ലിയുടേതോ വില കുറഞ്ഞതും മുഷിഞ്ഞതും. ഗ്രേസി ലില്ലി യാചിച്ചു. പോ കുട്ടി, ഇപ്പം മനസ്സില്ല, എന്റെ കൊട കയറ്റത്തില്ല, ഗ്രേസി തീർത്തു പറഞ്ഞു. ലില്ലി പൊട്ടിക്കരഞ്ഞുപോയി. മഴ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ നമ്മുടെ ബേബിയുടെ അനിയത്തി ലില്ലിക്ക് ഈ മഴ അത്രയും അങ്ങോട്ട് ആസ്വദിക്കാൻ കഴിയുമായിരുന്നില്ല. ഈ മഴ എത്ര ഭയാനകമാണെന്ന് മുട്ടത്തുവർക്കി പറയുന്നു. ലില്ലി കരഞ്ഞുകൊണ്ട് മുന്നോട്ടോടി. അവളുടെ കുരുന്ന മുഖത്ത് മഴത്തുള്ളികൾ ചരൽക്കല്ലുകൾ പോലെ അടിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ കുഞ്ഞു പാദങ്ങളെ തലോടിക്കൊണ്ട് കലക്കവെള്ളം പാഞ്ഞു. വഴിയറമ്പിലുള്ള ഒരു പീഡികത്തിണ്ണയിൽ അവൾ കയറി നിന്നു. ഉടുപ്പും പുസ്തകവും എല്ലാം നനഞ്ഞു. പുസ്തകം നനഞ്ഞതിലാണ് അവൾക്ക് ഏറ്റവും സങ്കടം. തിണ്ണയുടെ കോണിൽ നിന്ന് അവൾ ഏങ്ങി ഏങ്ങി കരഞ്ഞു. കുടയും പിടിച്ചുകൊണ്ട് ഗ്രേസി പോകുന്നത് അവൾ കണ്ടു. തലമുടിയിൽ നിന്ന് വീഴുന്ന വെള്ളം അവളുടെ കണ്ണുകളെ മറയ്ക്കുകയും കണ്ണുനീർ തുള്ളികളായി ഇടകലരുകയും ചെയ്തു. ചമന്ന പുള്ളികളുള്ള അവളുടെ ഉടുപ്പ് നനഞ്ഞു കുതിർന്നിരിക്കുന്നു. ശരീരം തണുത്തു വിറയ്ക്കുന്നു. പല്ലുകൾ കൂട്ടിത്തല്ലുന്നു. അവൾ സ്ലേറ്റും പുസ്തകവും താഴെ വെച്ചു. ഉടുപ്പിന്റെ അരിവ് കൂട്ടിപ്പിടിച്ച് പിഴിഞ്ഞു. അപ്പോൾ അതിന്റെ അറ്റത്ത് ശകലം കീറിപ്പോയി. അത്ര കണ്ട് പഴകിയതായിരുന്നു ആ ഉടുപ്പ്. ഒറ്റ ഉടുപ്പേയുള്ളൂ ലില്ലിക്ക്. വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഉടുക്കാൻ അവൾക്കൊരു കുറിയ മുണ്ടുണ്ട്, ഒരു ചുട്ടിത്തോർത്ത്. ഇതിലൂടെ ഇവരുടെ ഈ അവസ്ഥ നമുക്ക് കറക്റ്റായിട്ട് മുട്ടത്തോർക്കി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ലില്ലി സ്കൂളിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ക്ലാസ് ടീച്ചർ അവളെ ഉള്ളിലോട്ട് കയറ്റുന്നില്ല. കാരണം വീഴുന്ന സ്ഥലത്തു നിന്നും ശരീരമാകെ ചെളിയും മണ്ണും മൊത്തത്തിൽ കുതിർന്നിരിക്കുകയാണ്. അപ്പൊ ഈ അവസ്ഥയിൽ ക്ലാസ്സിലേക്ക് കയറ്റാതെ അവളെ ക്ലാസ്സിന് പുറത്തേക്ക് നിർത്തുന്നു. പുറത്ത് നിർത്തി അവൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മഴയൊക്കെ തോർന്ന് വീട്ടിൽ തിരിച്ചെത്തി കഴിയുമ്പോൾ ഇതെല്ലാം ബേബി മനസ്സിലാക്കുന്നുണ്ട്. അപ്പം ബേബിയുടെ മനസ്സിൽ മുഴുവനും അറിയാം അനിയത്തി വീണത് ധനിക കുടുംബത്തിലെ കുട്ടി കാരണമാണ് വീണത്. അങ്ങനെ ബേബിക്ക് മനസ്സിൽ ഈ ധനിക കുടുംബത്തിലെ കുട്ടിയോട് വൈരാഗ്യം ഉണ്ടാവുകയും ആ കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടുവളപ്പിലേക്ക് ചെല്ലുകയും ചെയ്യുന്നു. അങ്ങനെ പുറകിൽ കോർത്തു പിടിച്ചിരിക്കുന്ന കയ്യിൽ കുറെ കല്ലുകളും പെറുക്കിയാണ് ബേബി അവിടേക്ക് ചെല്ലുന്നത്. അവിടെ ചെടികളുടെ അടുത്ത് നിൽക്കുന്ന കുട്ടിയെ അവൻ നോട്ടമിട്ട് ഒരു കല്ലുകൊണ്ട് അവളെ എറിഞ്ഞ് അവളുടെ തലയ്ക്ക് മുറിവേൽപ്പിക്കുന്നു. അവൾ അവിടെ തന്നെ വീഴുന്നു. അങ്ങനെ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. പിന്നെ പേടിയാണ് നമ്മുടെ ബേബിക്ക്. പോലീസ് വരും, കൂടാതെ മാമിത്തള്ളയുടെ അടി കിട്ടേണ്ടി വരും. അങ്ങനെ ഈ സിറ്റുവേഷൻ എല്ലാം ഭയന്ന് നമ്മുടെ ബേബി നാട് വിടുകയാണ്. ആ നാട് വിടുന്ന സമയത്ത് രാത്രിയാണ് ബേബി പോകുന്നത്. ആ സമയത്ത് ലില്ലിയെ കണ്ട് ലില്ലിയോട് പറയുന്നുണ്ട്, ഞാൻ തിരിച്ചു വരും. തിരിച്ചു വരുന്ന സമയത്ത് എന്റെ പെങ്ങൾക്ക് ഞാനൊരു നല്ലൊരു കൂടയുമായിട്ടേ തിരിച്ചു വരികയുള്ളൂ. അങ്ങനെ രാത്രി ബേബി നാട് വിടുകയാണ്. ഒരു കൂടയും ഇടയ്ക്കിടയ്ക്ക് ആകാശത്തിൽ അങ്ങിങ്ങായി കൊള്ളിയാൻ മിന്നിക്കൊണ്ടിരുന്നു. ബേബിക്ക് പേടി തോന്നി. പിശാചുക്കളായിരിക്കുമോ? പിശാചുക്കൾ താഴെയും മാലാകമാർ ആകാശത്തിലുമാണെന്ന് അവൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആകാശത്തിൽ കാണുന്ന വെളിച്ചം മാലാകമാരുടേതായിരിക്കും. അവർ മനുഷ്യരെ ഉപദ്രവിക്കുകയില്ല, സഹായിക്കുകയുള്ളൂ എന്ന് തന്നെയല്ല, മാലാകമാരെ പേടിയാണ് പിശാചുകൾക്ക്. തന്നെ പിശാചുകളിൽ നിന്നും മാലാകമാർ നോക്കിക്കൊള്ളും. പക്ഷെ എങ്ങോട്ടാണ് പോവുക? കൂടെ പഠിച്ചിരുന്ന പരീതും രാമൻകുട്ടിയും ടൗണിൽ പോയി എന്നും അവർക്ക് അവിടെ എന്തോ ജോലിയുണ്ടെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ടൗണിൽ ചെന്നാൽ പോലീസുകാർ അവനെ കണ്ടുപിടിച്ചെങ്കിൽ എന്തു ചെയ്യും? അവൻ ഏതാണെന്നും ആരാണെന്നും പോലീസുകാർ എങ്ങനെ അറിയും? പേര് മാറ്റി പറയണം. അതൊരു ബുദ്ധിയാണ്. മഴ ഉറച്ചു പെയ്യുമോ ആവോ? നിലാവെളിച്ചത്തെ പിന്നെയും മൂടുകയാണ് കാർ മുകിലുകൾ. വഴിയിലെങ്ങും വെള്ളം തളം കെട്ടി കിടക്കുന്നു. എങ്ങോട്ട് പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ നിശ്ചയമില്ല. വീടാന്തോറും നടന്ന് പിച്ച തണ്ടുന്ന പിള്ളേരെ അവൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എങ്ങനെയാണ് പിച്ച തണ്ടേണ്ടതെന്ന് അവൻ അറിഞ്ഞുകൂടാ. ഒരു പാത്രവുമായി വീടുകൾ തോറും ചെല്ലുക, പിച്ച തരണേ എന്ന് യാചിക്കുക. അങ്ങനെ അവന് അനേകം ചില്ലിക്കാശ് കിട്ടും. അതിൽ നിന്ന് കുറെ അവൻ മിച്ചം വെക്കും. ഒടുവിൽ സമ്പാദ്യമെല്ലാം കൂടെ ശേഖരിച്ച് ഒരു കുട വാങ്ങിക്കും, ഒരു കൊച്ചുകുട, തന്റെ പ്രിയപ്പെട്ട കുഞ്ഞു പെങ്ങൾക്ക് വേണ്ടി. അങ്ങനെ നമ്മുടെ ബേബിക്ക് ഏറ്റവും അത്യാവശ്യം ഒരു കുട വാങ്ങി ലില്ലിപ്പെണ്ണിനെ കാണാൻ പോകുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് എന്ത് ജോലി ചെയ്യാനും പിച്ച തണ്ടാൻ വരെ അവൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ബേബിക്ക് തിരിച്ച് നാട്ടിൽ പോകാൻ പറ്റത്തില്ല. കാരണം അവിടെ ധനിക കുടുംബത്തിലെ കൊച്ചിനെ കല്ലെറിഞ്ഞതിന്റെ പേരിൽ പോലീസും നാട്ടുകാരും വീട്ടുകാരും എല്ലാ ആൾക്കാരും അവനെ എന്ത് ചെയ്യുന്ന അവന് ഒരു രൂപവുമില്ല. അതിൽ പേടിയും ഉണ്ട്. എന്നാൽ പെങ്ങൾക്ക് കൊട വാങ്ങാതെ അവന് തിരികെ പോകാനും പറ്റത്തില്ല. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽപ്പെട്ടിരിക്കുകയാണ് ബേബി. അങ്ങനെ അവൻ ചെല്ലുന്നത് ലോഡിംഗ് തൊഴിലാളികൾ, അതായത് കുഞ്ഞു പിള്ളേര്, അവന്റെ പ്രായത്തിലുള്ള സമപ്രായത്തിലുള്ള പിള്ളേര് ലോഡിംഗ് തൊഴിലാളികളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഗ്യാങ്ങിലേക്കാണ് അവൻ എത്തിപ്പെടുന്നത്. അത് പല സ്വഭാവത്തിലുള്ള പിള്ളേരുകളാണ്. എല്ലാ ആൾക്കാരും ഭയങ്കര വൃത്തിഹീനമായ സാഹചര്യത്തിൽ വളർന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ഒക്കെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് അവൻ ചെല്ലുന്നത്. അവിടെ ചെല്ലുന്ന സമയത്ത് അവൻ ഭയങ്കരമായിട്ട് അത് സർവൈവ് ചെയ്യാൻ അവന് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവന്റെ ആവശ്യമാണ് അവന്റെ കുഞ്ഞിപ്പെങ്ങൾക്ക് ഒരു കുടയുമായി ചെല്ലുക എന്നുള്ളത്. അതിനുവേണ്ടി അവൻ അവരുടെ കൂടെ ചേരുകയും അവന് പറ്റുന്ന രീതിയിലെല്ലാം ഈ ലോഡിംഗ് ജോലി ചെയ്യുകയും അതിൽ നിന്ന് കിട്ടുന്ന ഓരോ അണപ്പൈസ അവൻ സേവ് ചെയ്ത് വെക്കുകയും ചെയ്യുന്നു. അങ്ങനെ ബേബി തന്റെ കുഞ്ഞിപ്പെങ്ങൾക്ക് വേണ്ടിയിട്ട് കുട വാങ്ങാൻ വേണ്ടി ശേഖരിച്ച് മിച്ചം വെച്ച് അതിനിടയിൽ അവൻ അവന് വേണ്ടിയിട്ടൊരു കുഞ്ഞു ഉടുപ്പും നിക്കറും വാങ്ങുന്നുണ്ട്. സേവ് ചെയ്ത് വെച്ച പൈസയെല്ലാം അവനൊരു മണിപ്പേഴ്സിൽ അവന്റെ അരയിൽ തന്നെ സൂക്ഷിച്ചു വെക്കുന്നു. അങ്ങനെ ബേബി കുഞ്ഞിപ്പെങ്ങൾക്ക് വേണ്ടി വാങ്ങാൻ വേണ്ടിയിട്ടുള്ള കുടയൊക്കെ ഒരു കടയിൽ പോയി നോക്കി വെച്ചിട്ടുണ്ട്. നാളത്തെ ജോലിയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് കുട വാങ്ങാനുള്ള പൈസ ഏകദേശം റെഡിയാവും. അങ്ങനെ അവൻ സ്വപ്നമെല്ലാം കണ്ട് കിടന്നുറങ്ങുകയാണ്. കുഞ്ഞിപ്പെങ്ങൾക്ക് കുട വാങ്ങണം, ഇനി ബാക്കി പൈസ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഉടുപ്പിനുള്ള തുക കൂടി കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവൻ സന്തോഷത്തോടെ കിടന്നുറങ്ങുന്നു. പിറ്റേന്ന് അവൻ കുട വാങ്ങാൻ വേണ്ടി ആ കടയിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്നവൻ കീശയുടെ പോക്കറ്റിൽ കൈയിട്ട് നോക്കിയപ്പോൾ പേഴ്സ് ആരോ പോക്കറ്റ് അടിച്ചിരിക്കുന്നു. അവൻ ഇത്രയും നാളും കഷ്ടപ്പെട്ട് കൂട്ടി വെച്ചുണ്ടാക്കിയ പൈസ
എല്ലാം പോക്കറ്റ് അടിച്ചു പോയിരിക്കുന്നു. അവന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പയ്യൻ തന്നെയാണ് അത് എടുത്തത് എന്ന് അവന് ഉറപ്പുണ്ട്. തലേന്ന് രാത്രി കിടന്നുറങ്ങിയപ്പോഴും അവനോട് ചോദിച്ചു ആ പേഴ്സിൽ എത്ര രൂപയുണ്ട്. തലേന്നും അവനോട് വർത്താനം പറഞ്ഞ ആ കൂട്ടുകാരനല്ലാതെ വേറെ ആരും എടുക്കത്തില്ല എന്ന് അവൻ ഊഹിക്കുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൻ വിഷമിച്ചിരിക്കുകയാണ്. കാരണം ഇനി അവന് കൊട വാങ്ങിക്കൊണ്ട് തന്റെ പെങ്ങളെ കാണാൻ പോകാൻ പറ്റുമോ എന്ന് തന്നെ അവന് സംശയമാണ്. നമ്മുടെ ബേബി കയ്യിലെ പൈസ മുഴുവനും പോയി. എന്ത് ചെയ്യണം? ഒരു കുട വാങ്ങാൻ വേണ്ടി ഇനി എത്രയൊക്കെ അലയണം ഒന്നും അവൻ അറിയത്തില്ല. അങ്ങനെ അവൻ വിഷമിച്ച് അവിടെ ഇരിക്കുകയാണ്. അതായത് ആ ബസ് സ്റ്റാൻഡിലാണല്ലോ അവന് ജോലി. അങ്ങനെ അവൻ ആൽത്തറയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ബസ് അവിടെ വന്നു നിന്നു. ബസ്സിൽ നിന്ന് ഒരു യുവതി ഇറങ്ങുമ്പോൾ യുവതിയുടെ ഒരു പേഴ്സ് താഴോട്ട് വീഴുകയാണ്. ഇത് ബേബി കാണുന്നു. ബേബി ഓടിച്ചെന്ന് ആ പേഴ്സ് എടുക്കുന്നു. യുവതി അങ്ങ് നടന്നുപോയി. കുറച്ച് കഴിയുമ്പോൾ ബേബി കാണുന്നത് ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് അവിടെ എല്ലാം തപ്പി ഇങ്ങനെ നടന്നു വരികയാണ്. ബേബി തുറന്നു നോക്കിയപ്പോൾ അതിൽ അത്യാവശ്യം കുറെ 10 രൂപ നോട്ടുകളും കുറെ പൈസ അതിലുണ്ട്. ബേബിക്ക് വേണമെങ്കിൽ ആ പൈസ എടുക്കാമായിരുന്നു. പക്ഷെ ബേബി അന്നേരം തന്റെ പെങ്ങളുടെ മുഖമാണ് ഓർത്തത്. തന്റെ പെങ്ങളുടെ കയ്യിൽ നിന്നും ഈ പൈസ നഷ്ടപ്പെട്ടു പോയാൽ അവൾക്ക് എന്തുമാത്രം വേദനയാകും. അങ്ങനെ ഈ സ്ത്രീ ഇങ്ങനെ കരഞ്ഞു അവിടെ പോയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ബേബി ആ സ്ത്രീയുടെ അടുത്തോട്ട് ചെന്ന് ഈ പേഴ്സ് അവർക്ക് നീട്ടുകയാണ്. അത് വാങ്ങി തുറന്നു നോക്കി അതിൽ പൈസ എല്ലാം അതിലുണ്ടെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ഈ സ്ത്രീ അവനെ നോക്കി ഭയങ്കര ആശ്വാസത്തോടെ ഒന്ന് ചിരിക്കുകയാണ്. അവന് വേണമെങ്കിൽ ആ പൈസ എടുക്കാം, പക്ഷെ അവനത് എടുത്തില്ല. അങ്ങനെ ആ സ്ത്രീ ആ പേഴ്സ് തുറന്ന് അതിൽ നിന്നൊരു 5 രൂപ തുട്ടെടുത്തിട്ട് നമ്മുടെ ബേബിക്ക് കൊടുക്കുകയാണ്. പക്ഷെ പിന്നെയുള്ള സാഹചര്യങ്ങളിൽ കൂട്ടുകാരുടെ ഇടയിൽ അവനവിടെ സർവൈവ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവൻ വേറൊരു ജോലി തേടി അവനൊരു ഹോട്ടലിൽ ഉഴുന്നരയ്ക്കാനും അരി അരയ്ക്കാനുമുള്ള ഒരു ഹോട്ടലിലേക്ക് ചെല്ലുകയാണ്. പക്ഷെ അവിടെയും അവനവിടെ സർവൈവ് ചെയ്തു പോകാൻ പറ്റുന്നില്ല. പല ഇഷ്യൂസ് ഉണ്ടാകുന്നു. അങ്ങനെ അവിടുന്ന് ആ ഹോട്ടൽ മുതലാളി അവനെ അവിടുന്ന് പുറത്താക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് ഒരു പഞ്ചാബി സ്ത്രീയും അവരുടെ കൊച്ചുമകളും ഹോട്ടൽ തിണ്ണയിൽ വന്ന് പാട്ടുകൾ പാടിക്കൊണ്ടിരുന്നു. പാട്ട് കേൾക്കാൻ വേണ്ടി നമ്മുടെ ബേബി ആളുകളുടെ കൂടെ തന്നെ അവനും കൂടി. പെൺകുട്ടിയുടെ പാട്ടും പ്രകൃതവും അവനെ വളരെയേറെ ആകർഷിച്ചു. ഏകദേശം അവന്റെ ലില്ലിയെ പോലെ തന്നെ ഇരിക്കുന്നു. അകത്ത് അവൻ ചെയ്തുകൊണ്ടിരുന്ന പണി പൂർത്തിയായിരുന്നില്ല. തേങ്ങ ചുരണ്ടി വെച്ചിരുന്നത് കാക്കയും കോഴികളും ചേർന്ന് ആക്രമിച്ച് നശിപ്പിച്ചു. ആ ക്ഷണത്തിൽ ഗോപാലപിള്ള, അതായത് നമ്മുടെ ബേബിയുടെ മുതലാളി, അവനെ ഉദ്യോഗത്തിൽ നിന്നും പിരിച്ചുവിടാനുണ്ടായ സാഹചര്യം ഇതാണ്. ഒരു പൈസ പോലും കൊടുത്തില്ല ബേബിക്ക്. അവൻ മഴയത്ത് നിന്ന് കരഞ്ഞിട്ടും അയാൾ അവന്റെ നിക്കറും ഉടുപ്പും തിരികെ കൊടുത്തുമില്ല. ചാവുണ്ട് നാറിയ തോർത്തും ഉടുപ്പും കൊണ്ട് അവൻ വഴിയിലേക്ക് നീങ്ങി. അങ്ങനെ അനന്തവും അജ്ഞാതവുമായ ലോകത്തിലേക്ക് വീണ്ടും അവൻ തളയ്ക്കപ്പെട്ടു. പാട്ടുകാരികളും പിച്ചക്കാരിയുമായ ആ തള്ളയെയും മകളെയും അവൻ കുറെ ദൂരം അനുഗമിച്ചു. അവർ പട്ടണത്തിലെത്തി. ജനനിബിഡമായ തെരുവുകളിലേക്ക്, പ്രത്യേകിച്ച് ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തേക്ക് പോകാൻ അവന്റെ മനസ്സ് അനുവദിച്ചില്ല. പ്രത്യേകിച്ച് ആ വേഷത്തിൽ അവൻ ഒരു ഇടവഴിയിലേക്ക് തിരിഞ്ഞ് ലക്ഷ്യമില്ലാതെ നടന്നു. ഒരു മുണ്ടകപ്പാടവും ഒരു വലിയ തെങ്ങിൻ തോപ്പും പിന്നിട്ടു. പിന്നെയും നടന്നു. യാതൊരു പരിചയവുമില്ലാത്ത നാട്ടിൻപുറത്തെത്തി. മഴ നിശേഷം ശമിച്ചിരിക്കുന്നു. ആൾപ്പാർപ്പ് കുറഞ്ഞ ഒരു കുന്നിൻ ചെരുവിലുള്ള ഗ്രാമപാതയുടെ വക്കത്ത് അവനിരുന്നു. ഹൃദയം തുറന്ന് അവൻ കരഞ്ഞു. അവന്റെ കണ്ണുനീർ തുള്ളികളിൽ അന്തിമാനത്തിന്റെ മഞ്ഞ വെളിച്ചം പ്രതിഫലിച്ചു. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് കഥയിൽ നമ്മുടെ അന്ന് പേഴ്സ് തിരിച്ചു കൊടുത്ത ഒരു യുവതി ഉണ്ടല്ലോ, ആ യുവതിയുടെ പക്കലെത്തുകയും അവരുടെ വീട്ടിൽ അവൻ വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുകയും ആ യുവതി കല്യാണം കഴിഞ്ഞു പോകുമ്പോൾ അവരുടെ കൂടെ തന്നെ പട്ടണത്തിലേക്ക് നമ്മുടെ ബേബി എത്തപ്പെടുകയാണ്. ആ സമയത്ത് തന്നെ നമ്മുടെ ലില്ലിയുടെ ലൈഫിലും കുറെ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. തള്ള ലില്ലിയെ വീട്ടിൽ നിന്നും പുറത്താക്കുന്നു. ലില്ലി അവസാനം ഒരു ഡോക്ടർ ദമ്പതികളുടെ അടുത്ത് എത്തിപ്പെടുകയാണ്. ഈ റോട്ടിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരുന്ന അവളെ ഒരു ഡോക്ടർ ദമ്പതികൾ, അവർക്ക് 2 കുട്ടികളുണ്ട്, ഒരു ആണും പെണ്ണും. ആ കൂട്ടത്തിലേക്ക് നമ്മുടെ ലില്ലിയും എത്തിച്ചേരുകയാണ്. അവരും അങ്ങനെ ആ പട്ടണത്തിലേക്ക് എത്തുന്നു. നമ്മുടെ ബേബിയും യുവതിയുടെ കൂടെ പട്ടണത്തിലെത്തുന്നു. അങ്ങനെ അവിടുന്ന് ബേബിയും ലില്ലിയും കൂടിക്കാണുന്ന ഒരു സന്ദർഭം ഉണ്ടാവുകയാണ്. കഥയുടെ അവസാനം എനിക്ക് വായിക്കുമ്പം ഒരു എന്താ പറയാ, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു രീതിയിലാണ് കഥ അവസാനിക്കുന്നത്. അതായത് നമ്മുടെ ഡോക്ടറുടെ മക്കള്, അതില് ഒരു മോളെ നമ്മുടെ ബേബി കല്യാണം കഴിക്കുന്നു, ലില്ലിപ്പെണ്ണിനെ ഡോക്ടറുടെ മോനും കല്യാണം കഴിക്കുന്നു. അപ്പൊ ഈ ബുക്ക് വായിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിക്കണം. കുഞ്ഞിലെ വായിച്ച ബുക്കാണെങ്കിലും ഇതിങ്ങനെ കൂടെ കൊണ്ടുവരുന്ന ഇടയ്ക്കിടെ ഞാൻ വായിക്കാറുണ്ട്. തീർച്ചയായിട്ടും. മുട്ടത്ത് വർക്കി എന്ന വളരെ ജനപ്രിയ നോവലിസ്റ്റ്, അദ്ദേഹത്തിന്റെ ബാലസാഹിത്യ നോവലുകളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു നോവലാണ് ഒരു കുടയും കുഞ്ഞുപെങ്ങളും. മാമിത്തള്ളയുടെ പീഡനത്തിൽ നിന്നും രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ബേബിയും ലില്ലിയും എന്ന പ്രിയപ്പെട്ടവർ, പരസ്പരം സ്നേഹിക്കുന്ന ഒരു ആങ്ങളെയും പെങ്ങളുമാണ്. പെങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ വേണ്ടി നടക്കുന്ന ഒരു ആങ്ങള്, അതാണ് ബേബി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ മലയാള ബാലസാഹിത്യ ക്ലാസിക്കുകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നോവൽ എന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കാനായിട്ട് പറ്റും. വായിച്ചിട്ടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് വായിച്ചു പോകാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് കേട്ടോ. ഒരു കുടയും കുഞ്ഞുപെങ്ങളും. വെറും ഒരു കുട വാങ്ങിച്ചു കൊടുക്കുക, അതാണ് പറയുന്നുണ്ടെങ്കിൽ തന്നെയും അവരുടെ ലൈഫിൽ അവർ നേരിടേണ്ടി വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. നോവൽ അവസാനിക്കുന്ന സമയത്ത് നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ക്ലൈമാക്സിലേക്ക് ഇത് വന്നെത്തുന്നു എന്നുള്ളതാണ് ഈ നോവലിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോ
വായിച്ചിട്ടില്ലാത്തവര് മുട്ടത്ത് വർക്കിയുടെ ഒരു കുടയും കുഞ്ഞുപെങ്ങളും എന്ന നോവൽ വായിക്കുന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അതിലും ഏഞ്ചൽ റോഷൻ ഇങ്ങനെ ഒരു നോവൽ ഞങ്ങളെ പരിചയപ്പെടുത്തിയതിലെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഞാൻ അങ്ങോട്ടേക്കാണ് ശരിക്കും താങ്ക്സ് പറയേണ്ടത്. കാരണം ഈ 98.6 FM എന്ന് പറയുന്നത് എന്റെ വീട്ടിൽ രാവിലെ മുതൽ ഇങ്ങനെ റേഡിയോ കൂടെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ് ഞാൻ. എന്റെ ഫോണിന്റെ റിംഗ് ടോൺ വരെ നമ്മുടെ ഈ FM-ന്റെ റിംഗ് ടോൺ ആണ്. അതെ, ഞാൻ ഇവന്റ്സിനൊക്കെ വരുമ്പം ഇതിങ്ങനെ ഉറക്കെ ഇങ്ങനെ അടിക്കുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്. ഇപ്പോഴും ഞാൻ നിങ്ങളുടെ പുറകെ ഉണ്ട്. അപ്പൊ എന്നെ വിളിച്ചതിൽ ഒത്തിരി നന്ദിയുണ്ട്. തീർച്ചയായിട്ടും. ഏഞ്ചൽ റോഷൻ പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണെന്നുള്ള കാര്യം അടുത്തിടെയാണ് അറിയുന്നത്. ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നു. ഇപ്പം ഏതാ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പം നമ്മുടെ നിമ്ന വിജയിന്റെ കുറച്ച് ബുക്സ്, ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ബുക്സ് ആണ് ഇപ്പം വായിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഇങ്ങനെ ശേഖരിച്ച് വെക്കുക. പിന്നെ ഇപ്പൊ നമുക്ക് മൂഡ് വേണം വായിക്കണമെങ്കിൽ. പണ്ട് മൂഡ് ആവശ്യമേ ഉണ്ടായിരുന്നില്ല. ഇപ്പം ബുക്ക് വായിക്കണമെങ്കിൽ മൂഡ് വേണം. തീർച്ചയായും. എന്തായാലും വായന തുടരട്ടെ. എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഏഞ്ചൽ റോഷൻ ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇൻഫ്ലുവൻസർ ആണ്. അപ്പൊ ഏഞ്ചൽ റോഷൻ നിരവധി പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. അപ്പൊ ഇന്നൊരു കുഞ്ഞു നോവലും ഒക്കെ ആയിട്ടാണ് നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന നോവൽ നമ്മളെ പരിചയപ്പെടുത്തി. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, റേഡിയോ ലൈബ്രറിയിൽ നിന്നും എനിക്ക് അങ്ങോട്ട് പോകേണ്ട സമയമായിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു ഈവനിങ് വിഷ് ചെയ്തുകൊണ്ട് ടാറ്റാ ബോബി പറയുകയാണ്. റേഡിയോ ലൈബ്രറിയിൽ നിന്നും രതീഷ്.